സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 41-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പും കൂടി ബേത്ലഹേമിലേക്ക് ആ സീസറിൻ്റെ വിജ്ഞാപനം അനുസരിച്ച് ജനസംഖ്യയുടെ കണക്കിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു യാത്രയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ ധാരാളം യാത്രകൾ കാണുന്നുണ്ട്. ആ യാത്രകളും തിരിച്ചുള്ള യാത്രകളും എല്ലാം അവിടെ ജീവിതത്തിൽ ദൈവാനുഭവത്തിൻ്റെ ഒത്തിരി തീക്ഷ്ണമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ ദൈവ കരുതലിൻ്റെയൊക്കെ അനുഭവം വിളിച്ചു ഓതുന്നതാണ്. ഇവിടെ എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു ചിന്ത ഇതാണ്: അവളൊരു പക്ഷേ ഒരു ദിവസത്തേക്ക് വേണ്ടി ബേത്ലഹേമിലേക്ക് പോകുന്നത് വർഷങ്ങളെടുത്തു തിരിച്ചു വരുവാൻ വേണ്ടി. കാരണം അവിടുന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നുണ്ട്. മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഏറ്റവും ലളിതമായിട്ടുള്ള അറിയപ്പെടാത്ത രണ്ട് വ്യക്തികളുടെ, ആരും സ്വന്തം കരുതൽ നൽകാത്ത ഒരു ചെറിയ യാത്ര. പണ്ട് KR നാരായണൻ കേന്ദ്രമന്ത്രിസഭയിലെ അംഗമായിരിക്കുമ്പോൾ ഒരിക്കൽ കേരളത്തിൽ വന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അങ്ങേരെ ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ കൊച്ചിയിലെത്തുമ്പോൾ അങ്ങേരെ കാത്തു നിൽക്കുവാൻ ആരുമില്ല. ഏതോ ഒരു ടാക്സിയോ മറ്റോ വിളിച്ച് അങ്ങേര് പോകുന്നു. അങ്ങേരുടെ കൂടെ തന്നെ മറ്റൊരു കേന്ദ്രമന്ത്രിയും ഉണ്ട്. പക്ഷേ അങ്ങേരെ സ്വീകരിക്കുവാൻ വേണ്ടി എയർപോർട്ട് നിറയെ ആൾക്കാരും വാഹനങ്ങളുടെ വലിയ കൂട്ടവും എല്ലാം ഉണ്ടായിരുന്നു. KR നാരായണൻ വളരെ ലളിതമായി, ആരുമില്ലാതെ സ്വന്തം ബാഗും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ KR നാരായണൻ പിന്നീട് നമ്മുടെ രാഷ്ട്രപതിയായിട്ട് മാറുകയാണ്. ഇതുപോലുള്ള ഒരു അനുഭവമാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ യോസേപ്പിൻ്റെയും ആ ബേത്ലഹേമിലേക്കുള്ള യാത്ര. ഒരു കഴുതപ്പുറത്ത് അവർ യാത്ര തുടരുകയാണ്. രാവിലെ അവർ യാത്ര തുടർന്നു. ഒരു മഞ്ഞുകാലം, തണുപ്പും ബുദ്ധിമുട്ടുമെല്ലാം. പരിശുദ്ധ കന്യാമറിയം പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള, ജോസഫിന് മറ്റൊരു കഴുതയെ പോലും കിട്ടാനില്ലാത്തതുകൊണ്ട് ജോസഫ് ഈ കഴുതയുടെ കടിഞ്ഞാണം പിടിച്ച് കൂടെ നടക്കുകയാണ്. അത്യാവശ്യമുള്ള സാധനങ്ങൾ ഒരുപക്ഷെ പരിശുദ്ധ കന്യാമറിയത്തിന് അറിയാം. പ്രസവം ബേത്ലഹേമിൽ വെച്ചായിരിക്കും നടക്കുന്നത്. അത്യാവശ്യമുള്ള സാധനങ്ങളും അവൾ കരുതിയിട്ടുണ്ട്. അവിടെ യാത്രയിൽ അവൾ പൂർണ്ണമായിട്ട് നിശബ്ദത, സന്തോഷം, ആ വലിയ അനുഭൂതിയിൽ നിറഞ്ഞാണ്. അവൾ കാണുന്നതൊന്നും അടുത്തുള്ളതല്ല. അവൾ വിദൂരത്തിലേക്ക്, സ്വർഗതയിലേക്ക് കണ്ണു നട്ടിയാണ് അവൾ യാത്ര ചെയ്യുന്നത്. അതേസമയം ജോസഫിന് ആകുലതയുണ്ട്, ഉത്കണ്ഠയുണ്ട്. അവിടെ ചെന്നാൽ പരിചയമില്ല, സ്ഥലം കിട്ടുമോ, പരിശുദ്ധ കന്യാമറിയം സമയമായി എന്നുള്ള ആ ധ്വനിയോടെ സംസാരിക്കുമ്പോഴെല്ലാം ആകുലതയുണ്ട്. പക്ഷേ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആത്മവിശ്വാസം കാണുമ്പോൾ ആകുലതയെല്ലാം മാറിപ്പോവുകയാണ്. എങ്കിൽ പോലും ആ ഉത്തരവാദിത്വം, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ജോസഫിന് തീർച്ചയായും ഉണ്ട്. ആ പോകുന്ന വഴി ഒരു ചാരനിറമുള്ള കഴുതപ്പുറത്താണ് അവർ യാത്ര ചെയ്യുന്നത്. പോകുമ്പോൾ ജോസഫ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് മേരിയുടെ സുഖസൗകര്യങ്ങളാണ്. തണുപ്പ് സമയം
കാല് തണുത്തിട്ടുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ? ഇതെല്ലാമാണ് ജോസഫിന് കൂടുതൽ ആകുലത. അവർ പോകുന്ന വഴിക്ക് ഒരുപക്ഷെ ധാരാളം പേരെ കണ്ടിട്ടുണ്ടാവാം. അവിടെ 2 കൂട്ടം ജനങ്ങളുണ്ട്. ഒന്ന്, സ്വർഗീയമായിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള 1-2 പേര്. അവർ കൊടുക്കുന്ന സഹായം ഒരുപക്ഷെ പ്രവാചകന്മാർ പറയുന്നത് പോലെ ഒരു പ്രവചിക്കൽ പോലെ ആയിരിക്കാം. മറ്റു ചിലരുണ്ട്, പരിസയരും ആ ധനികരുമായിട്ടുള്ളവർ. അവരുടെ വീടിന് മുമ്പിലോ സത്രത്തിലോ ഒക്കെ ജോസഫ് പോയി മുട്ടുമ്പോൾ വളരെ നികൃഷ്ടമായിട്ടുള്ള മനോഭാവത്തോടെ നോക്കുകയും ആട്ടി ഓടിക്കുന്നത് പോലുള്ള മനോഭാവം. നമുക്ക് ഈ ലളിതമായിട്ടുള്ള 2 പേരുടെ കാര്യം മാത്രം ചിന്തിക്കാം. ഒന്ന്, ഇവർ പോകുന്ന വഴിക്ക് ഒരാട്ടിടയൻ ബാലൻ, അവന് പിന്നീട് എലിയാസ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ആ എലിയാസ് ആട്ടിൻകൂട്ടത്തെ ഈ ഇവർ പോകുന്ന റോഡിന് മുറിച്ച് കടന്നു പോകുമ്പോൾ അവൻ വളരെ സ്നേഹത്തോടെ ഇവരെ നോക്കുന്നത് കണ്ട് ജോസഫ് അവനോട് ചോദിക്കുകയാണ് അല്പം പാല്. അവൻ്റെ കയ്യിലുള്ള പാത്രത്തിൽ കുറേ പാല് കറന്ന് മേരിക്ക് വേണ്ടി കൊടുക്കുകയാണ്. മേരി അതിന് ജോസഫിനും നന്ദി പറയുന്നു, എലിയാസിനും നന്ദി പറയുന്നു. അപ്പോൾ എലിയാസുമായിട്ടുള്ള ചെറിയൊരു സംഭാഷണം ഇടയ ബാലനാണ്. അവൻ പറയുന്നത്, നിങ്ങൾക്ക് അവിടെ ബേത്ലഹേമിൽ സ്ഥലം കിട്ടണമെന്നില്ല, വളരെ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും സത്രത്തിലും എല്ലാം ശ്രമിക്കുക. സത്രത്തിൻ്റെ സ്ഥാനവും എല്ലാം അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സത്രത്തിൻ്റെ പുറകിൽ കുറേ കച്ചവടക്കാരെല്ലാം വരുമ്പോൾ അവരുടെ കാളകളെയും മറ്റും പാർപ്പിക്കുവാൻ വേണ്ടി ചെറിയ ഗുഹകൾ പോലുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ തന്നെ ഏറ്റവും നല്ലതായിട്ടുള്ളത് പോലും ഇപ്പോൾ ആൾക്കാർ എടുത്തിട്ടുണ്ടാവും. അത് ആ പുറമ്പോക്ക് പ്രദേശമാണ്. നിങ്ങൾക്ക് അവിടെ പോയി അന്വേഷിക്കാം. അതിൻ്റെ ഏറ്റവും പുറകിലുള്ള അതൊരു പക്ഷെ ആരും എടുത്തിട്ടുണ്ടാവില്ല, ഒരു സൗകര്യവുമില്ലാത്തൊരു മാള പോലെ. അപ്പം ഈ എലിയാസ് പറയുന്നതെല്ലാം ദൈവിക പ്രവചനം പോലെ ആയതാണ്. അവർ പോകുന്നിടത്തൊന്നും അവർക്ക് സൗകര്യം കിട്ടുന്നില്ല. മുമ്പിലുള്ള ചെറിയ ആ മൃഗശാലകൾ പോലുള്ള ഗുഹകളെല്ലാം പലരും എടുത്തിട്ടുണ്ട്. അവിടെ ഒരു വ്യക്തി ഇവർ പോകുന്നത് കൊണ്ട് പറയുകയാണ്, ഹേ ഗലീലിയക്കാര, ഏറ്റവും പുറകിൽ ഒരു ഗുഹ മാത്രം കാലിയുണ്ട്. അത് മറ്റൊരാൾ എടുക്കുന്നതിന് മുമ്പ് നീ അത് പോയി എടുക്കുക. അങ്ങനെ അവരൊരു മാളത്തിലേക്ക് പോവുകയാണ്. ഈർപ്പവും ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സൗകര്യങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക്. അവിടെ ഒരു കാള മാത്രം. ഇതാണ് രക്ഷകന് വേണ്ടി ദൈവം ഒരുക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള വഴികൾ. ലോകത്തിൻ്റെ ആർഭാടമോ ആഡംബരമോ ഇതൊന്നുമല്ല. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ എളിമയ്ക്ക് എത്രമാത്രം മൂല്യം കൊടുക്കുന്നു എന്നതാണ്. പക്ഷെ അവിടെ വിശുദ്ധിയുണ്ട്, സ്നേഹമുണ്ട്, പരസ്പര ധാരണയുണ്ട്. ഇവരാ ഗുഹയിൽ കയറി ജോസഫ് അതെല്ലാം വൃത്തിയാക്കുകയാണ്. ആ വൃത്തിയാക്കി മേരിക്ക് വേണ്ടി ഒരു സ്ഥലം, കാരണം അവൾ തീർച്ചയായിട്ടും വിശ്രമിക്കണം, അവൾക്ക് വേണ്ടി ഒരു കിടക്ക വൈക്കോല് വെച്ച് ഉണ്ടാക്കുകയാണ്. ഈ സ്വർഗീയ അനുഭവത്തിൻ്റെ യാത്രകൾ, നമ്മുടെ ജീവിതയാത്രയ്ക്ക് കൊച്ചു കൊച്ചു യാത്രകൾ ധാരാളം വരാം.
ആ യാത്രകളെല്ലാം ദൈവാനുഭവത്തിൻ്റെ അവിടെ ആ ആട്ടിടയൻ ബാലനായ എലിയാസിനെ പോലെ നമുക്ക് പലരും വന്നെന്ന് വരാം. നമുക്ക് ഉന്നതങ്ങളിൽ നിന്നുള്ള പിടിപാടിലല്ല, ഇടയ ബാലനെ പോലെയുള്ളവരുടെ ആ സ്വർഗീയമായിട്ടുള്ള പ്രവചനങ്ങൾ ശ്രവിക്കുവാൻ ശ്രമിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.